നിനക്ക് മാത്രം വിളിച്ചാൽ മതിയോ? എനിക്കെന്താടാ ഒരു സേട്ട്? ഒരു 4 മിനിറ്റ് എടുക്കൂ. ഇതിന്റെ തന്ത ഒന്ന് കത്തിച്ചോടാ, കത്തിച്ചോടാ. ഒന്നിപ്പിക്കോ, പിന്നെ കണ്ടോളാം. ആരാണ് 5 രൂപ? കച്ചവടം നടന്നില്ലേ? ദരിദ്രവാസി. ആ ചെറുക്കൻ ഏതാണ് അറിയില്ലേ? ആ പോ അറിഞ്ഞോളും. എന്താണ് ആളെ കണ്ടിട്ട് മൈൻഡില്ലാത്ത പോലെ? വീരാനെ, ഒരു ചായ. എന്താണ് ഒരു മൈൻഡില്ലാത്ത പോലെ? എന്നൊന്നും ചെയ്യല്ലേ. എടുക്കടേ കാശ്, എടുക്കടാ. എന്താടാ പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ലേ? അടിക്കല്ലേ. വീരാനെ, എന്റെ കാശ് അവന്റെ മാറ്റോ കേട്ടോ? എന്താടാ ഒരു മൈൻഡില്ലാത്തത്? നീ വരുത്തനാണല്ലേടാ? എന്താടാ ഒരു പോസ്? കൊടുക്കണ കാശ്. ചില്ലറ വാങ്ങി ഇഷ്ടപ്പെടാ. പോട്ടോ. അയ്യോ അയ്യോ അയ്യോ. എന്റെ ആശാമല്ലോ, നിന്നെ ഞാൻ കാണിച്ചു തരാടാ. അല്ല, ആരാ ഇവന്റെ ആശാൻ? അതോ അതൊന്നും പറയാതിരിക്കാനല്ലത്. ഓനൊരു ആലാക്ക് പിടിച്ചേനാ, അല്ലെങ്കിൽ ഓനും ആരെങ്കിലും ഇവിടെ പേടിക്കൂ. ആട്ടെ, എവിടുന്ന വരവ്? ഞാൻ കുറച്ച് തെക്കുന്ന പാലാഴി എസ്റ്റേറ്റിലേക്കുള്ള വഴിയത്. നേരെ പോയി ഒരു ജംഗ്ഷൻ ഉണ്ട്, ഓടെ പോയി ആരോട് ചോദിച്ചാലും ഇജു പറഞ്ഞു തരും. താങ്ക് യു. വെൽക്കം. മെടുക്കൻ ആൾ അഭ്യസിയാണല്ലോ. ചോദിച്ചതിന് ഉത്തരം പറഞ്ഞിട്ട് പോകുന്നതല്ലേ ഭംഗി? പാലാഴി എസ്റ്റേറ്റിലേക്കുള്ള വഴിയത്. ഓ, അതാണ്. നേരെ അങ്ങോട്ട് പോയി ഇടത്തോട്ട് തിരിഞ്ഞ് ക്രിസ്തുദേവൻ പോലും 2 അടി കൊള്ളുന്നവരെ ക്ഷമിച്ചിട്ടുള്ളൂ. എന്താടാ, എന്തു പറ്റി? അതാ അവൻ.
നീ ഏതാ? പാലാഴി എസ്റ്റേറ്റേക്കുള്ള വഴിയാണ്. എന്തിനാ? അവിടെ ആരെ കാണാനാ? എനിക്കതിന്റെ ഉടമസ്ഥനെ ഒന്ന് കാണണം. എന്താ കാര്യം? അത് ഞാൻ അങ്ങനോട് പറഞ്ഞോളാം. ഇവനാള് മോശമല്ലല്ലോ. എന്നാലേ പാലായി എസ്റ്റേറ്റിന് ഉടമസ്ഥൻ ഞാനാ. എന്തു വേണം? സാർ ക്ഷമിക്കണം, എനിക്ക് ആളെ മനസ്സിലായില്ലേ. ടേക്ക് ഇറ്റ് ഈസി. ശരി, കാൽ കറിക്കും. എടാ, എവിടെയെങ്കിലും ഒരു കാര്യത്തിൽ പറഞ്ഞു വിട്ടാൽ വഴി കിടന്ന് അടിപിടി വിടുകയല്ലേ? പോയി ജീപ്പ് എടുത്തിട്ട് വാ. Bloody idiot. എടാ, നിനക്ക് ഈ ജോലി ശാശ്വതമല്ലെന്ന് കരുതിക്കോ. എടാ, നിനക്ക് നിന്റെ ഈ തടി ശാശ്വതമല്ലെന്ന് കരുതിക്കോ. അത് നമുക്ക് കാണാം. കാണണം. പതുക്കെ പിടിച്ചു കയറ്റി. പതുക്കെ വന്നാട്ടെ. പതുക്കെ പതുക്കെ സൂക്ഷിച്ച്. ഒരു സാമാന്യ മര്യാദയെങ്കിലും വേണ്ടേ? നീ ആരാ ചോദിക്കാൻ? സംസാരത്തിൽ പോലും സംസ്കാരമില്ല. നീ എന്നെ പഠിപ്പിക്കുകയാണോ? 2 പ്രാവശ്യം നീ എന്ന് വിളിച്ചു. ഇനിയും വിളിക്കും. നല്ല മുഖം, ഷേപ്പ് കളയരുത്. എന്ത് പറഞ്ഞടാ? ഈ തടി കേടാക്കരുത്. മര്യാദയ്ക്ക് ആൾ ജീപ്പിൽ കയറ്റി ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കുക. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ തന്റെ ജാതകം തിരുത്തേണ്ടി വരും. ആയുസിന്റെ നീളവും കുറയും. നിങ്ങൾ ജീപ്പിൽ കയറണം. കണ്ട എച്ചിൽപ്പെട്ടിയുള്ള വണ്ടി ഞാൻ കയറില്ല. പട്ടി തല്ലുന്നതല്ല. വേണ്ട, ഞാൻ പറയുന്നത് കേക്ക്. എല്ലാം ദൈവം തിരിഞ്ഞു പോണം. പോണം 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 മാസ്റ്റർ. പിന്നെ വണ്ടി ഓടിക്കുമ്പോ സൂക്ഷിച്ചോടിക്കണം. ഞാൻ വരട്ടെ. അവൻ ഈ ജോലിക്ക് പറ്റിയവനല്ല. ഇടാ, വിവരമില്ല സംസാരിക്കുന്നത്. അവൻ എന്താണ് കുറവ്? ബുദ്ധിയില്ലേ? പഠിപ്പില്ലേ? അതോ ഡ്രൈവിംഗിൽ എക്സ്പീരിയൻസ് ഇല്ലേ? എന്താ നിന്നെ നാളെ ഇറങ്ങിപ്പോയത്? ഇന്ന് നമ്മളയച്ച കൺസൈൻമെന്റ് വൈകി അവിടെ എത്തും. 5 മിനിറ്റ് താമസിച്ചാൽ അവർ തിരിച്ചയക്കും. ലക്ഷക്കണക്കിന് രൂപ നഷ്ടവും. അവനാണ് ഡ്രൈവറെങ്കിൽ കൃത്യസമയത്ത് തന്നെ അവിടെ എത്തിയിരിക്കും. അച്ഛന് തെറ്റുപറ്റിയിരിക്കുന്നു. അതെത്താൻ പോകുന്നില്ല. എന്തിനാ തർക്കിക്കുന്നത്? ഫോണിലൂടെ വിളിച്ചു ചോദിക്കാമല്ലോ. Hello, exchange. Get me Mr. John Sebastian at the shipyard. I'll make it urgent, please. Yeah. Thank you. Hello, Mr. John Sebastian.
ആ തമ്പി ഹിയർ, ഗുഡ് ഈവനിങ്. ആ നമ്മുടെ കൺസൈൻമെന്റ് അവിടെ എത്തിയോന്ന് അറിയാനാ. ആ താങ്ക് യു വെരി മച്ച്. ഇവനോട് മര്യാദയ്ക്ക് നടക്കാൻ പറയണം. നീ ഇപ്പൊ പൊയ്ക്കോ. ഞാൻ ചെമ്പനാണെങ്കിൽ നിന്നോട് പറയാൻ ചോദിക്കും. വേണുവിന്റെ പുതിയ ഡ്രൈവറാണ്. വഴിക്കൊന്ന് വഴക്കുണ്ടാക്കാൻ നീ വീട്ടിൽ പോ. ആശാന് നല്ലപോലെ കിട്ടിയ ലക്ഷണമുണ്ടല്ലോ. ഞാനായിരുന്നെങ്കിൽ അയ്യോ അയ്യോ.